സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം നടക്കുന്ന മുസല്ലയിലേക്ക് കടന്നു വന്നു. മുസല്ല പെരുന്നാൾ നിസ്കാരത്തിന് വരുമ്പോ കഅന്നഹും യഖ്തശിറൂന വയദ്ഹഖൂൻ, ജനങ്ങളൊക്കെ നല്ല സന്തോഷത്തില് ഉറക്കെ ചിരിച്ചു വർത്തമാനം പറയുന്നു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അബൂ സഈദ് അൽ ഖുദരി തങ്ങളാണ് അഷ്റഫുൽ ഖൽഖിൽ നിന്ന് കേൾക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ ഇങ്ങനെ ചിരിച്ചു വർത്തമാനം പറഞ്ഞ് കളിച്ചിരിക്കുമ്പോ അമാ ഇന്നകും ലൗ അക്സറതും മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത് ലഅശ്ഗലകും അമ്മാ അറാഹ്, നിങ്ങൾ സുഖങ്ങളെയെല്ലാം മുറിച്ചു കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ച് ഓർത്താൽ നിങ്ങൾ ഈ കാണുന്ന പൊട്ടിച്ചിരിയൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അൽ മൗതു, അത് മരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅക്സിറൂ ദിക്റ ഹാദിഹിൽ ലദ്ദാത്ത്, മരണം ആസന്നമാകാൻ പോകുന്നുണ്ടെന്ന് എപ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വിദ്യാർത്ഥികളായ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊഴികെ ബാക്കിയൊക്കെ അത് സുന്നത്താണ്. മരണത്തെ ഓർക്കൽ, ഞാൻ മരിക്കുമല്ലോ റബ്ബേ, എനിക്ക് മരണം അത് ഇന്നായിരിക്കോ, ഞാൻ വൈകുന്നേരം മരിക്കോ, അടുത്ത റമദാനൊക്കെ ഞാൻ ഉണ്ടാവോ, അടുത്ത റബീഉൽ അവ്വലിക്ക് ഞാൻ ഉണ്ടാവോ എന്ന് എപ്പോഴും ഓർത്തിരിക്കൽ സുന്നത്താണ്, കൂലിട്ടു. വിദ്യാർത്ഥികൾ ഓർക്കരുതെന്നാ, അവരത് ഓർത്താൽ പിന്നെ പരീക്ഷയ്ക്കിട്ട് ഒരുങ്ങൂല്ല, ഒരൊറ്റ പഠിക്കൂല. അത് വേണ്ടവർ പഠിച്ചോട്ടെ, പഠനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇത് ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇത് വേണ്ടെന്ന് പറയാൻ കാരണം. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് വരുന്ന ഒരു മനുഷ്യനോട് ഖബർ എന്താണ് സംസാരിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണിത്. فإنه لم يأت يوم على القبر إلا يتكلم فيه فيقول, ഓരോ ദിവസം ആസന്നമാകുമ്പോഴും ഖബർ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അന ബൈത്തുൽ ഗുർബ, ഞാൻ വിജനമായൊരു പ്രദേശത്തിൽ വിജനമായൊരു വീടാണ്. അന ബൈത്തുൽ വഹ്ദ, ഞാൻ ഏകാന്തതയുടെ വീടാണ്. അന ബൈത്തുത് തുറാബ്, എന്റെ ചുമലുകൾ നിർമ്മിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്, എന്റെ ചുമരുകൾ. അന ബൈത്തുദ്ദൂദ്, ഇവിടെ പുഴുക്കലരിക്കുന്ന വീടാണ്. അങ്ങനെ എല്ലാ ദിവസവും ഖബറും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫഇദാ ദുഫിനൽ അബ്ദുൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യനെ ഖബറിലേക്ക് വെക്കപ്പെട്ടു കഴിഞ്ഞാൽ ഖബർ പറയുമത്രേ, മർഹബൻ വ അഹ്ലാ, സ്വാഗതം, മർഹബൻ വ അഹ്ലാ, സ്വാഗതം എന്ന് ഖബർ വിളിച്ചു പറയും. അമാ ഇൻ കുൻത ലഅഹബ്ബു മൻ യംശി അലാ ളുഹ്രി, എന്റെ മുതുകിന് മീതെ നടന്നിരുന്നവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്നെയായിരുന്നു എന്ന് മുഅ്മിനിനോട് ഖബർ ഇങ്ങനെ വിളിച്ചു പറയും. എന്റെ അകത്തേക്ക് വന്നില്ലേ, എന്റെ പുറമേ നടക്കുമ്പോൾ നിങ്ങളോട് എനിക്കിഷ്ടമായിരുന്നു. فإذا وليتك اليوم وسرت إلي فسترى صنيعي بك, ഇന്ന് എന്റെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്വീകരിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫയത്തസിഉ ലഹു മദ്ദ ബസരി, കണ്ണെത്താ ദൂരത്തേക്ക് ഖബർ വിശാലമാക്കി കൊടുക്കും. വയുഫ്തഹു ലഹു ബാബുൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ഒരു കവാടം അവിടെ തുറക്കപ്പെടുകയും ചെയ്യും. ആർക്ക്? മുഅ്മിനായ മനുഷ്യന്. അല്ലാഹു കൂട്ടത്തെ നമ്മെ ചേർത്ത് തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വഇദാ ദുഫിനൽ അബ്ദുൽ കാഫിറു, അവിശ്വാസിയായൊരു മനുഷ്യനാണ് മറവ് ചെയ്യപ്പെടുന്നതെങ്കിൽ, അവിൽ ഫാജിറു, തിന്മ ചെയ്ത് നടന്നിരുന്നവർ, അല്ലാഹുവിനെ പറ്റിയൊന്നും അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് വേറെന്തൊക്കെയായിരുന്നു ജീവിതം, അങ്ങനെയൊക്കെ ഉള്ളവർ ഖബർ പറയും, ലാ അഹ്ലൻ വലാ മർഹബാ, നിങ്ങൾക്കിവിടെ സ്വാഗതമില്ല, നിങ്ങൾക്കിവിടെ അഹ്ലില്ല, മർഹബയില്ല. അമാ ഇൻ കുൻത ലഅബ്ഗള മൻ യംശി അലാ ളുഹ്രി, എന്റെ പുറത്തുകൂടെ നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും ദേഷ്യം നിന്നോടായിരുന്നു. അതുകൊണ്ട് ഇന്ന് നിന്റെ അധികാരം എന്നെ ഏൽപ്പിക്കപ്പെട്ടാൽ ഫസതറാ സുനീഇ ബിക, ഞാൻ എന്താണ് നിന്നെ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് കാണാമെന്ന് ഖബർ വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വല്ലാത്തൊരു ലോകമാണ്, ഇത് ആലമുൽ ഗൈബാൻ, നമ്മുടെ കണ്ണുകൾക്ക് അതീതമായൊരു ലോകമാണ്. അവിടെ നടക്കുന്നതോ പറയപ്പെടുന്നതോ ആര് പറഞ്ഞു തരണം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ നമുക്കൊരു നിലക്കും അങ്ങോട്ട് ആക്സസ് ഇല്ല, അവിടുന്ന് പറഞ്ഞു തരണം.
ويلتئم عليه القبر حتى تلتقي وتختلف أضلاعها. ഒരു മനുഷ്യന്റെ വാരിയെല്ലുകൾ വിരലിങ്ങനെ കൂടുന്ന പോലെ വാരിയെല്ലുകൾ കോർക്കപ്പെടുമാർ ഖബർ ഒരു മനുഷ്യനെ ഞെരുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ويقيض له 70 തിന്നീന, 70ഓളം തിന്നീൻ, ക്രോക്കഡൈൽ, 70ഓളം വലിയ ഇത്തരം തിന്നീനുകളെ അല്ലാഹു തആല ഈ മനുഷ്യന്റെ മേൽ അധികാരപ്പെടുത്തും. മുതലകൾക്കാണ് തിന്നീൻ, ക്രോക്കഡൈൽ. ലൗ അന്ന വാഹിദൻ മിൻഹും, ഈ 70ൽ ഏതെങ്കിലും ഒന്ന് ഭൂമിയിലേക്കൊന്ന് വിഷം ചീറ്റിയാൽ മാ അംബതത് ഷൈഅൻ മാ ബഖിയത്തിദ് ദുനിയ, ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം ഒന്നുമേ ഇവിടെ മുളക്കുമായിരുന്നില്ല. അങ്ങനത്തെ വിഷലിപ്തമായത് 70ഓളം തിന്നീനുകളെ, മുതലകളെ അല്ലാഹു ശിക്ഷയായി ഇവന് ഇറക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അതൊന്നുകിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ ഒരു കഷ്ണമാണ്. ഒരുപാട് ഹദീസുകൾ വന്നിരിക്കുകയാണ്. യാ അല്ലാഹ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മറവ് ചെയ്യാൻ ഒരു ജനാസയെ കൊണ്ടുപോകുന്നു. ലം യുൽഹദ്, ഖബറിലേക്ക് വെച്ചിട്ടില്ല. അന്നേരം ഫജലസ വജലസ്നാ ഹൗലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു, ഞങ്ങളും ഹബീബിന് ചുറ്റുമിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, ഇദാ വുളിഅൽ മയ്യിതു ഫീ ഖബ്രിഹി സുമ്മ സുവ്വിയ അലൈഹി, ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് വെക്കുകയും ആ ഖബർ നിരപ്പാക്കുകയും ചെയ്താൽ, ഖബർ മൂടുകയും ചെയ്താൽ, കല്ലമതുൽ അർളു, ഭൂമി ആ മയ്യിത്തിനോട് സംസാരിക്കും. ഫതഖൂൽ, ഭൂമി പറയും, അമാ അലിംത അന്നീ ബൈത്തുൽ വഹ്ശ വൽ ഗുർബതി വദ്ദൂദ്, ഞാനിവിടെ പുഴുക്കളുള്ള വീടാണെന്നും മണ്ണിന്റെ വീടാണെന്നും ബൈത്തുൽ വഹ്ശ ഏകാന്തതയുടെ വീടാണെന്നും നീ അറിഞ്ഞിരുന്നില്ലേ? ഫമാ അഅദത്തലി, എനിക്ക് വേണ്ടി എന്താണ് നീ കൂടെ കൊണ്ടുവന്നത് എന്ന് ഖബർ ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നേരെ നമ്മളോട് റഹ്മത്ത് ചെയ്യട്ടെ. ഇന്നൽ മയ്യിത, മയ്യിത്ത് ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ആ മയ്യിത്തിനോട് ഖബർ ചോദിക്കുന്ന ചില ചോദ്യം ഇങ്ങനെയാണ്, വൈഹക ഐ ബനി ആദം, മനുഷ്യ നിനക്ക് എന്തോ ഒരു മോശം, അലൈസ ഖദ് ഹുദ്ദിർതനി, എന്നെ സംബന്ധിച്ച് നിനക്ക് താക്കീത് നൽകപ്പെട്ടിരുന്നില്ലേ? വഹുദ്ദിർത ദൈഖി, എന്റെ ഉള്ളിൽ സങ്കുചിതമാണെന്നും, വഹൗലി വദൂദി, ഇവിടെ പുഴുക്കളുണ്ടെന്നും ഇവിടെ അപകടങ്ങളുണ്ടെന്നും ഇതൊക്കെ നീ കേട്ടിരുന്നില്ലേ? ഫമാ അഅദത്തലി, എന്തേ നീ ഒരുങ്ങിയത്? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ചർച്ചയിൽ കിട്ടേണ്ടതും അതാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കണം, നന്മകൾ പരമാവധി വർദ്ധിപ്പിക്കണം. ഇങ്ങനൊരു ചോദ്യം നമ്മളോടൊക്കെ ചോദിച്ചാൽ, അറിയാമായിരുന്നില്ലേ ഇങ്ങനെയൊക്കെ വരാനുണ്ടെന്ന്, എന്ത് നീ ഒരുക്കി വെച്ചു എന്ന് ഖബറിൽ ചോദ്യമുണ്ടെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ അല്ലാഹുവിന്റെ നിഅമത്ത് കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. യുഅ്തർ റജുലു മിൻ ഖബരി റഅസിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ഒരു മനുഷ്യന് തലയുടെ ഭാഗത്തുകൂടെ അദാബ് വരുന്ന സമയത്ത്, ഖബറിൽ അദാബ് വരുമ്പോൾ, ഫഇദാ ഉതിയ ദഫഅഹു തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതിയിരുന്ന ആളുകളുടെ ഖുർആൻ ഓതി ഈ മനുഷ്യനെ തട്ടി നീക്കും, ഈ മനുഷ്യനെ പ്രതിരോധം ചെയ്യും. ദഫഅഹു തിലാവത്തുൽ ഖുർആൻ, ഖബറിൽ ഉപകാരപ്പെടുന്ന ഒരു വിഷയം തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ധാരാളമായി ഓതലാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇതിനാണ് 30 ജുസ് ആയതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 30 ജുസ് ഉലമ ആക്കിയത് ഓരോ ദിവസവും ഒരു ജുസ് വെച്ച് ഓതിയാൽ 30 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാനാണ്. ആ സൗകര്യത്തിന് ഖുർആൻ ജുസ് ആക്കിയത്. അതൊരു ബിദ്അത്താണ്. പക്ഷെ ബിദ്അത്ത് ഹസന, ഒരു നല്ല ബിദ്അത്താണ്. ലോകത്താരും അത് എതിർക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയതല്ല ഈ 30. ആരാക്കിയ? സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ശേഷമാണ്. സുബ്ഹാനല്ലാഹ്. അതൊന്നും കുഴപ്പമില്ല, അതിനൊന്നും പേടിപ്പിക്കരുത്, ഒരു കുഴപ്പമില്ല. എന്തിന്? മുഅ്മിനീങ്ങൾക്ക് ഉപകാരം കിട്ടാൻ. ഒരു ദിവസം ഒരു ജുസ് വെച്ച് ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഒരു മാസമാകുമ്പോഴേക്കും ഒരു ഖത്തം തീർന്നു. ഒരു ദിവസം 3 ജുസ് വെച്ച് ഓതിയാൽ 10 ദിവസം കൊണ്ട് ഒരു ഖത്തം. ഇൻഷാ അല്ലാഹ്. ഇനി ശഅബാനാണ് റമളാനാണ് ഒക്കെ വരാൻ പോകുന്നത്. നന്നായിട്ട് ഉപകാരപ്പെടുത്തി അല്ലാഹു നമ്മെ സഹായിക്കട്ടെ.